എന്ത് പറ്റി? ആണോ? ഒരു കളിക്കട്ടെ. അതൊക്കെ കിക്കതോ അവിടെ പറഞ്ഞിട്ട് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. ഓക്കെ, ടർഫ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ കെ പിയുടെ ഒരു പ്ലെയർ ഇനിയും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. നമ്മൾ ഇതിൽ കെ പിക്കാർ കറൻ്റ്ലി എനിക്ക് തോന്നുന്നു കെ പി മൈൻഡ് കൊണ്ട് അവർ ഫ്രീസായി പോയി. കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെന്താ ഇവിടെ അടുത്തൊരു സോൺ ഷിഫ്റ്റ് വരാൻ സമയമായി. യെസ്, അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഓൾറെഡി വന്നു. ഈ തവണ നമുക്ക് പുതിയൊരു സോൺ ഷിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. എപ്പോഴത്തെയും പോലെ അല്ലാതെ തന്നെ വേറൊരു ഏരിയയിലോട്ടാണ് ഇന്നത്തെ സോൺ ഷിഫ്റ്റ്. സാധാരണ എപ്പോഴും ഈ ഒരു ബിൽഡിങ്സ് മാറിപ്പോവാറുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3 സോണായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഭാഗം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്ലേ ഗ്രൗണ്ട് ഏരിയയും അതേപോലെ തന്നെ ഡേർട്ട് ട്രാക്കുമാണ് കൂടുതൽ സോൺ വന്നിരിക്കുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെ പി? കെ പിക്കാര് അവിടെ ഇപ്പോഴും പ്രിപ്പറേഷനിലാണെന്ന് തോന്നുന്നു. സോൺ ഷിഫ്റ്റ് ആയത് അവർ അറിഞ്ഞിട്ടില്ല. ടി വി ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആയിട്ട് റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ യു ബിൽഡിങ്ങിലും അല്ലെങ്കിൽ സി ബിൽഡിങ്ങിലും, ഏബൽ ജോസഫ്, കിൽവ ആൻഡ് സെക്കൻ ഈ ഒരു ഏരിയയിലും, സ്റ്റീവ് അസ്രിയൽ ആൻഡ് സ്നൈപ്പ് ആൻഡ് ഡെസ്ട്രോ എല്ലാവരും ബൈ ഫൂട്ട് ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് കറൻ്റ്ലി ടി വിയിൽ 12 പേര്, എന്നെ നോക്കരുത്, അല്ലാതെ 12 പേര് കറൻ്റ്ലി ഇപ്പോൾ സെർവറിൻ്റെ അകത്തുള്ളത്. കെ പിയുടെ വണ്ടികൾ ഇപ്പോഴും നീരിൻ്റെ വക നല്ലൊരു ഫിറ്റിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കെ പിയുടെ വണ്ടികളിൽ വിമർശക്കാരുടെ ചാറ്റിലേ കണക്റ്റ് ആയിട്ടേക്കണേ. 11 കേട്ടോ. എം ആർ സിയുടെ വണ്ടി ഉണ്ടോ സാർവറി? എം ആർ സിയുടെ ചാറ്റിലേ 11 റിമൈൻഡർ ഇട്ടേക്കണേ. അല്ല 11:30 11:30. ഇതെന്തോ ഇത്? അവരുടെ വണ്ടി ഉണ്ടോ സർവറി? ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും പിറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കെ പിയുടെ വണ്ടികളെ ടി വിയുടെ വണ്ടികൾ പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുന്നത് 1, 2, 3, 4 വണ്ടികളെ അവർ പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ അവരുടെ വണ്ടിയിലോട്ട് നല്ലൊരു സ്പ്രേ പരന്തുവാസിന്റെ വക, അതുപോലെ തന്നെ കിൻഡോ ജപ്പാന്റെ വക നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. കെ പിയുടെ വണ്ടികൾ കിങ് തോട്ട അവരെല്ലാവരും ഈ ഒരു ആംഗിളിലോട്ട് പോയിട്ടുണ്ട്. ഡെസ്ട്രോ എടുക്കാനാണ് ചെന്നത്. ഓക്കെ, നോക്കുകയാണെങ്കിൽ പ്ലേ ഗ്രൗണ്ടിന്റെ ഈ ഒരു ഏരിയയാണ് അവരെടുത്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി അവിടെ ലോക്ക് ചെയ്തുകൊണ്ടാണ് സ്പ്രേ നടന്നുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. ആ ഒരു വണ്ടിയിൽ നല്ല ലിറ്ററി എല്ലാവർക്കും നല്ല ടാഗ് ഉണ്ട്. ഇവിടെ പ്ലേയേഴ്സ് ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ അധികമാണ്. അതേസമയം അവരുടെ പ്ലേയേഴ്സ് അവിടെ കവർ കൊടുത്ത ജുഗ്രു ഡൗൺ ആവാനുള്ള ചാൻസ് അധികമാണ്. നമ്മൾ കിൻ ട്രാവിസ് വളരെ ലോ എസ് പി ആണ്. അതേപോലെ തന്നെ ആഷ് BTW അത് വളരെ എസ് പി ആണ്. ജുഗ്രു അവിടെ ഇറങ്ങി അപ്പുറത്തുള്ള പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്ത് ജുഗ്രു ഇറങ്ങി അവിടുന്ന് അടിച്ചു. ബട്ട് ജുഗ്രു തലനാളിറങ്ങി അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. കെ പി ഡെസ്ട്രോനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡെസ്ട്രോയുടെ നേരെയാണ് നല്ലൊരു ഫയർ വന്നേക്കുന്നത്. നീൽ അവിടെ കെ പി ആഷ് BTW എടുത്തിട്ടുണ്ട്. ഡെസ്ട്രോ ഓക്കെ, ഇവിടെ ഒരു ഹാർഡ് പുഷാണ്. കെ പി ഇതും എന്തോ ബായി ചത്തുപോയി. ഡെസ്ട്രോ അവിടെ കവർ എടുത്ത് കളിക്കുന്നുണ്ട്. കെ പി നകുലൻ മാടമ്പള്ളി ഡെസ്ട്രോ അവിടെ കെ പി സാലിയുടെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നീലൻ ഇവിടെ കെ പി വോയിന്റെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. കിൻഡോ ജപ്പാൻ ഇവിടെ മാടമ്പള്ളിയുടെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ സ്നൈപ്പ്, ചന്ദ്രൻ, വില്ലു ഇത്ര പെട്ടെന്ന് തീർക്കല്ലെന്ന് പറ. 11:30 അടുത്ത ടർഫ്. ജാക്ക് പാറ്റോ വില്ലുവിടെ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജാക്ക് പാറ്റോ. റഷ്യൻ റാഫേലും ഡൗൺ ആയിരിക്കുകയാണ്. എൻ്റെ ഇടല്ലേ കുറച്ച് നേരം ഇങ്ങനെ പോട്ടെ. ഇത്ര വേണം തീർത്ത് കഴിഞ്ഞാൽ ഇനി MRCക്കാർ ഇനി വരാൻ എത്ര സമയം എടുക്കും? 11 വരെ സമയമില്ലേ? യെസ്, കഴിഞ്ഞല്ലേ?
ഇല്ല, നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ KP ആവണം. എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു ആംഗിളിൽ നിന്ന് ഓഫ് ആംഗിളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്താ ചെയ്യില്ല. അവർ ഇവിടെ വരട്ടെ, ഇതിന്റെ മണ്ടയ്ക്ക് കയറി വരണം. മനസ്സിലായോ? അയ്യോ, ചത്ത് പഴിപ്പിച്ച്. ഇല്ല പരുന്തുവാസം വന്നു. എവിടെ ഡ്രസ്സില്ല. എവിടുന്ന് കയറുന്നേ? കേറാൻ നോക്കുന്നുണ്ട്. കേറി ഞാൻ കണ്ട് അപ്പാപ്പനടിച്ചു കണ്ടടാ. പരുന്തുവാസു ഒന്ന് വിറത്തം തോന്നു കേട്ടോ. സെക്കൻഡ് പാവം എന്തായില്ലേ? ഇവരെ എല്ലാവരും ഒരുമിച്ച് വലിച്ചിട്ട് അവിടെ ഇട്ടേക്ക്.